ശക്തിയോടെ കരങ്ങളടിച്ച് ശക്തിയോടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവപാദപീഠങ്ങളിൽ ആയിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചെയ്യട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ദൈവിക ആലോചന ഇന്ന് ഈ രാത്രി നമ്മൾ കേൾക്കാനിടയായി. പ്രിയ ശ്രീജിത് ബ്രദറിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അനേകരുടെ വിടുതലിന് വേണ്ടി, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി, കർത്തൃനാമത്തിൻ്റെ പൊന്നുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ആമേൻ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകാൽ നമ്മുടെ നടുവിലായിരിക്കുന്ന പ്രിയ ആമേൻ കർത്തൃദാസനെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസലോ ശിവൻകുട്ടി ആശാരി എന്ന പ്രിയ അങ്കിളിനെ ഓർക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയദാസൻ്റെ മകൾ രോഗിയായിരുന്നു. കർത്താവ് കൊടുത്ത വിടുതലുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. നമുക്ക് പിന്നെയും ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ്റെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച വിശുദ്ധ ആരാധനയുണ്ട്. എല്ലാ ദൈവമക്കളും നേരത്തെ കടന്നു വന്ന് പ്രാർത്ഥിക്കുക. ആമേൻ, സ്തോത്രം. ആമേൻ. ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ സ്തോത്രം പ്രാർത്ഥിക്കുവാനും പ്രാപിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ലൊരു ആലോചന ഇന്ന് രാത്രി കേട്ടു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകല് മുഴുവൻ എൻ്റെ കൂടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. സ്തോത്രം. ശ്രീ ബ്രദർ ആമേൻ എന്നെയും കൊണ്ട് എവിടെയൊക്കെയോ പോയി. ഹല്ലേലൂയ. സ്തോത്രം. ആമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ സ്തോത്രം തുടർന്നും കർത്താവിൻ്റെ വരവോളം ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം ഒരുമിച്ച് കർത്താവിന് വേണ്ടി ഓടാൻ ദൈവം ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് വായിച്ച വചനത്തിൽ നിന്ന് ഒരു ഭാഗം എൻ്റെ ഉള്ളത്തിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ദൂത് നിങ്ങളോട് പറഞ്ഞ് സ്തോത്രം. ഒരു വലിയ പ്രസംഗത്തിനൊന്നും ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ശക്തമായിട്ടൊരു ദൂത് നമ്മൾ കേട്ടു. സ്തോത്രം. അതിനകത്ത് നിന്ന് ആമേൻ ദൈവം എനിക്ക് വേണ്ടിയിട്ടായിരിക്കും മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഭാഗം. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ഇന്ന് വരെ പറയാത്തൊരു വെളിപ്പാട് അവിടെ കിടപ്പുണ്ട്. ഒന്ന് വായിച്ചേ. 10-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, അതിൻ്റെ 46, 47, 48 വാക്യങ്ങൾ ആ മൈക്കിലൊന്ന് വായിച്ചേ. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരിക്കുന്നു. നസ്രാനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ഈ ഭാഗം വായിച്ചപ്പോ അവിടെ നമ്മൾ കേട്ടത് ഇങ്ങനെയാണ്: അവർ യെരിഹോവിൽ എത്തി, അല്ലേ? അടുത്ത് പറയുന്നു യെരിഹോവിൽ നിന്ന് എന്ത് ചെയ്തു? പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആദ്യം എന്താ നടന്നേ? അവർ യെരിഹോവിൽ എത്തി. അടുത്തെന്താ എഴുതിയിരിക്കുന്നേ? യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടു. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേട്ടോ. എത്തി, പുറപ്പെട്ടു. ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു മൈന്യൂട്ട് ടൈമേ ഉള്ളൂ, അല്ലേ? ഒരു വലിയ നീണ്ട അവസരമില്ല. 21 ദിവസത്തെ ഉപവാസത്തിന്റെ ടൈം ഇല്ല. ഒരു 40ന്റെ ടൈം ഇല്ല. ഇച്ചിരി ടൈം, ഒരു മൈന്യൂട്ട് ടൈം. ആ സമയത്ത് വിടുതൽ വേറെ പ്രാപിച്ചോണം.
ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനത് പുതിയ നിയമ ഭാഷയിൽ പറയാം. എൻ്റെ കർത്താവ് എപ്പോ വേണേലും വരാം. നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് എപ്പോ വേണേലും വരാം. നമ്മുടെ മുമ്പിൽ ഒരു മൈന്യൂട്ട് ടൈമേ ഉള്ളൂ. ഈ അവസരം നീ പാഴാക്കരുത്. ഈ രാത്രി പ്രാപിക്കണമെങ്കിൽ പ്രാപിച്ചോ, സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോ. അവൻ നിന്റെ മുൻപിലുണ്ട്. മനസ്സിലായോ? എരികോവിൽ അവർ എത്തി. എരികോവിൽ നിന്ന് പുറപ്പെടുമ്പം ഈ മൈന്യൂട്ട് ടൈമിനകത്ത് അടുത്ത വാക്യത്തിൽ ഇരിക്കുന്നു, അവൻ കേട്ടു. ഓ, മനസ്സിലായോ? 10, 15, 100 പ്രസംഗം കേൾക്കാൻ ടൈം കിട്ടിയില്ല. ഒരൊറ്റ വാക്ക് കേട്ടു. എന്താ കേട്ടെ? നസറായനായ. എന്താ കേട്ടെ? നസറായനായ യേശു. ശിവൻകുട്ടി ഞങ്ങളെ, യേശു വന്നിട്ടുണ്ടെന്നാണോ ആരെങ്കിലും പറഞ്ഞേ? പല പാസ്റ്റേഴ്സും പ്രസംഗിക്കും, ഞാനും പ്രസംഗിച്ചങ്ങനെ. യേശു വന്നു എന്നാണോ പറഞ്ഞേ? ആണോ? അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഒറ്റ വാക്ക് വായിച്ചോ, വേണമെങ്കിൽ വായിച്ചോ. 47-ാം വാക്യം, ഒറ്റ വാക്ക്, നസറായനായ യേശു എന്ന് കേട്ടിട്ട്. എന്താ കേട്ടെ? എന്താ കേട്ടെ? നസറായനായ. വന്നു എന്ന് കേട്ടില്ല, പോന്നൊന്നും കേട്ടില്ല, ഒരു വലിയ സെന്റൻസ് കേട്ടില്ല, ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറത്തെ പ്രസംഗം കേട്ടില്ല. ഒറ്റ വാക്ക്, നസറായനായ യേശു. ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ച് പറയാം, ഈ നാമം മതി നിന്റെ കുരുട് പിടിച്ച കണ്ണ് ഇന്ന് രാത്രി തുറക്കാൻ. നിന്റെ ജീവിതത്തിലെ ഇരുട്ട് ഇന്ന് രാത്രി മാറാൻ, നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് ഇന്ന് രാത്രി മാറാൻ, നിന്റെ ജീവിതത്തിലുള്ള ശാപം ഇന്ന് രാത്രി അഴിയാൻ ഈ ഒറ്റ നാമം മതി. നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. പ്രസംഗം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തിനാ ഈ പ്രസംഗം എന്ന സംവിധാനം വെച്ചിരിക്കുന്നത് അറിയോ? കർത്താവിന്റെ വചനം പറയുന്നു, ആമേൻ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷന്മാരായ ചിലതിനെ ദൈവം തെരഞ്ഞെടുത്ത് അവന്റെ നാവിൽ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറച്ച് അത് ദൈവത്തിന്റെ വചനമായി, അത് ദൈവത്തിന്റെ വചനത്തിലൂടെ ആമേൻ ആമേൻ ചിലതിനെ വിടുവിപ്പാൻ ദൈവത്തിന് മനസ്സായതാണ് ഇന്നത്തെ പ്രസംഗങ്ങൾ. അങ്ങനാണെങ്കിൽ ഒരുവന്റെ ഇരുട്ട് മാറാൻ, ഒരുവന്റെ ശാപം പൊട്ടാൻ ഒരൊറ്റ വാക്ക് മതി, ഒരൊറ്റ നാമം മതി, നസറായനായ യേശു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ രാത്രി ഇങ്ങനെ പറയട്ടെ, നമ്മുടെ മുമ്പിൽ ഒരു രോഗി വന്നാൽ അവന് വേണ്ടത് നീണ്ട മണിക്കൂറത്തെ പ്രസംഗമല്ല.
നമ്മുടെ മുമ്പിൽ ഒരുവന്റെ ഭൂതം ഇളകിയാൽ അവിടെ കൊടുക്കേണ്ട മണിക്കൂറുകളെ പ്രസംഗമല്ല, അവന് വിടുതൽ ഉണ്ടാകാൻ ഒരൊറ്റ നാമം, നാസറേനായ യേശു. സ്വതന്ത്രം പറഞ്ഞേ. നമ്മൾ രോഗത്തെ ശാസിക്കുമ്പം പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ, ഭൂതം ഇളകുമ്പം ഭൂതത്തെ ശാസിക്കുന്നത് ഏത് നാമത്തിൽ? നമ്മൾ പ്രാർത്ഥിക്കുമ്പം, പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പം ആരുടെ നാമത്തിൽ? എന്താ അതിന്റെ കാരണം? ഈ നാമത്തിലെ കെട്ടുപൊട്ടു, ഈ നാമത്തിലെ വിടുതലുള്ളൂ, ഈ നാമത്തിലെ ഇരുട്ട് മാറൂ, ഈ നാമത്തിലെ യെരിഹോവിന്റെ ശാപം അഴിയൂ, ഈ നാമത്തിലെ വിടുതലുള്ളൂ, ഈ നാമത്തിലെ നന്മയുള്ളൂ, ഈ നാമത്തിലെ അനുഗ്രഹമുള്ളൂ, ഈ നാമത്തിലെ സകലവുമുള്ളൂ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഓ ആമേൻ. ബ്രദറെ, താങ്ക്സ് ഫോർ ദിസ് മെസ്സേജ്. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് പറയുക, ഞാൻ എപ്പോഴും പറയാറൊരു കാര്യമുണ്ട്, എനിക്ക് പ്രസംഗം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്നറിയോ? ഒരു പ്രസംഗം കേട്ടാൽ ഞാൻ അതിനകത്തുനിന്ന് 10 പ്രസംഗം പ്രാപിച്ചേ ഞാൻ എഴുന്നേക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മുമ്പിൽ മൈന്യൂട്ട് ടൈമേ ഉള്ളൂ, പക്ഷെ നിന്റെ ചെവിയിലെത്തുന്ന ഈ നാമം നിന്റെ ജീവിതത്തിൽ നീ ജനിച്ച നാള് മുതൽ ഇതുവരെ പ്രാപിക്കാത്തത്, ഇതുവരെ കാണാത്തതായ ഒരു ഭയങ്കര വിടുതൽ ഈ രാത്രി നിന്റെ ജീവിതത്തിൽ നൽകാൻ ആ മൈന്യൂട്ട് ടൈം മതി. യെസ് യെസ് യെസ്. ഈ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, ഈ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, ഈ നാമത്തിന്റെ വിടുതൽ വ്യാപരിക്കുന്നു, ഈ നാമത്തിന്റെ മേൽ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ ഇന്ന് രാത്രി in the name of Jesus അത് റിലീസ് ആകട്ടെ. ചില ഡെലിവറൻസ് നടക്കട്ടെ right now in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കേ, 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 പ്രാപിക്കേ. നീ ഇച്ഛിക്കുമ്പോൾ തന്നെ, നീ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഈ നാമത്തിൽ ഞാൻ ഈ രാത്രി പറയുന്നു, അത് സംഭവിക്കുമോ? നീ എന്താണോ ഇച്ഛിക്കുന്നേ, നീ എന്തിനായിട്ടാണോ നിലവിളിച്ചത്, അത് ഇന്ന് രാത്രി നിന്റെ മേൽ ആ വിടുതൽ നടക്കുന്നു, ആ ഡെലിവറൻസ് നടക്കുന്നു. യെസ് യെസ് യെസ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്നവർ എന്തൊക്കെ ഇച്ഛിക്കുന്നു അതിന്റെ മേലെല്ലാം ഇന്ന് രാത്രി ശക്തമായ ഒരു ഡെലിവറൻസ്, ഒരു വിടുതല് ഈ രാത്രി നടക്കട്ടെ. യെസ് 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 യെസ്. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, ഇവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് രാത്രി, ഇവർ നിലവിളിക്കുന്ന വിഷയങ്ങളിൽ, ഇവർ മുട്ടുമടക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് രാത്രി വിടുതലുണ്ടായി. ഈ രാത്രി ദൈവം നിന്നോട് പറയുന്നു, നീ എഴുന്നേൽക്ക്, നിന്റെ വിടുതലിന്റെ സമയമായി.
രാത്രി ആരുടെയൊക്കെയോ കർത്താവ് പറയുന്നു, ഈ നാമത്തിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നീ ഇതുവരെ കാണാത്തത് നിന്റെ കണ്ണുകൊണ്ട് ഈ നാളുകളിൽ കാണാൻ പോകുന്നു. രാത്രി എനിക്കറിയില്ല, കർത്താവിനോട് പറയുന്നു, ഇതൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ പലതും കാണാൻ കഴിയാതെ ഏതൊക്കെയോ ശാപങ്ങൾ, ഏതൊക്കെയോ ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ കണ്ണിനെ അടച്ചു വച്ചിരുന്നു. പല വിടുതലും നിന്റെ മുമ്പിൽ നടന്നു കഴിഞ്ഞു. ചില ദൈവ പ്രവർത്തികൾ നടന്നു കഴിഞ്ഞു. എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ അത് കാണാൻ കഴിയാതെ നിന്റെ കണ്ണിനെ കുരുടാക്കിയ, നിന്റെ വെളിപ്പാടിന്റെ കണ്ണിനെ വെളിപ്പാടുകൾ കാണാൻ കഴിയാതെ, ചില കാഴ്ചകൾ കാണാൻ കഴിയാതെ, ചില വിടുതലുകൾ കാണാൻ കഴിയാതെ, ചില ദൈവപ്രവർത്തികൾ കാണാൻ കഴിയാതെ നിന്റെ കണ്ണിനെ കുരുടാക്കിയത് ഇന്ന് രാത്രി നസ്രായനായ യേശുവിന്റെ നാമത്തിൽ രാത്രി എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, നീ ഒരിക്കലും കണ്ണ് തുറക്കരുതെന്ന്. ഇത് ദൂതാണേ. ഒരിക്കലും നീ കണ്ണ് തുറക്കരുതെന്നും ചിലത് നീ കാണരുതെന്നും. മനസ്സിലായില്ലെങ്കിൽ തെളിച്ചു പറയാം. നിന്റെ ദർശനങ്ങളെ കെട്ടി, നിന്റെ വെളിപ്പാടുകളെ കെട്ടി, നിന്റെ കാഴ്ചപ്പാടുകളെ കെട്ടി, നിന്റെ നൂതുകളെ കെട്ടി നീ ഒരു ദൂത് പറയരുതെന്ന്, നീ ഒരു വെളിപ്പാട് പറയരുതെന്ന്, നീ ഒരു ദർശനം പറയരുതെന്ന് നിന്നെ കെട്ടിയ കെട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ ദാസനെ, ഇന്ന് രാത്രി അത് അഴിയുന്നു. നിന്നെ മിണ്ടാതിരിക്കാൻ നോക്കിയ, നിന്നെ അടിച്ചമർത്താൻ നോക്കിയ ചിലവ് ഇന്ന് രാത്രി പൊട്ടുന്നു. ആരൊക്കെയോ നിന്നെ മിണ്ടാതാക്കാൻ നോക്കുന്നു, ആരൊക്കെയോ നിന്റെ വായടപ്പിക്കാൻ നോക്കുന്നു, ആരൊക്കെയോ നിന്റെ കണ്ണടപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, ചിലത് പ്രാപിക്കാൻ നീ എഴുന്നേൽക്ക്, ചിലത് കാണാൻ നീ എഴുന്നേൽക്ക്. നിനക്കെതിരെ വന്ന നിന്റെ വെളിപ്പാടിനെതിരെ, നിന്റെ ദർശനത്തിനെതിരെ, നിന്നിൽ ജ്വലിക്കുന്ന കൃപാവരത്തിനെതിരെ ഉയർന്നു വന്ന ചില മാനുഷിക ശാസനകൾ, നിന്നെ ശാസിച്ചമർത്തിയ, നിന്നെ ശാസിച്ചടക്കിയ ചില മാനുഷിക ശാസനകൾ ഇന്ന് രാത്രി നസ്രായനായ യേശുവിന്റെ നാമം ഈ രാത്രി ഭേദിക്കുന്നു. ഈ രാത്രി വിടുതൽ നടക്കുമോ? വിടുതൽ നടക്കുമോ?
സ്വോത്രം, സ്വോത്രം. ദൈവത്തെ സ്തുതിച്ചേ. പലരും നിന്നെ ശാസിക്കുന്നുണ്ട്. എനിക്ക് ശക്തമായിട്ട് ദൈവം തരുവാ. പലരും നിന്നെ ശാസിച്ചമർത്തുന്നുണ്ട്. ഈ ശാസനയുടെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്നും നീ കാണരുത്. നീ ഇനി മേലാൽ ഒന്നും കാണരുത്. നിന്റെ കാഴ്ചപ്പാടുകളെ ബന്ധിക്കാൻ, നിന്റെ ശബ്ദം പുറത്തു വരാതെ, നിന്റെ നാവിനെ കെട്ടാൻ, നിന്റെ വായ അടപ്പിക്കാൻ. ഓ ആമേൻ. നിന്റെ വായ അടപ്പിക്കാൻ. നിന്നെ ഇന്നലെ വരെ നീ എങ്ങനെ ഇരുന്നോ, തുടർന്നും നീ അങ്ങനെ തന്നെ ഇരിക്കണം. നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു എഴുന്നേൽപ്പുണ്ടാകരുതെന്ന് പറഞ്ഞ് നിന്നെ ശാസിച്ച ചില മാനുഷിക ശാസനകൾ ഇന്നു രാത്രി പൊട്ടുന്നു. സഹോദരൻ പറഞ്ഞേ, സമയമുണ്ടോ? ഉണ്ടോ? മൈന്യൂട്ട് ടൈമേ ഉള്ളൂ അല്ലേ? അപ്പോഴാണ് ഇവൻ കേട്ടത്. നസ്രയനായ ഉറക്കെ പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, നസ്രയനായ യേശു. പുള്ളി എന്ത് ചെയ്തു? കേട്ടപ്പോ എന്ത് ചെയ്തു? പറഞ്ഞേ. കേട്ടപ്പോ എന്ത് ചെയ്തു? നിലവിളിച്ചപ്പോ എന്ത് ചെയ്തു? ചിലര് വന്ന് പറഞ്ഞു, ശാസിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? മിണ്ടാതെ. ഇന്ന് രാത്രി ദൂത് നിന്നെ ശാസിച്ച് അമർത്തി വെച്ച ആ വാക്ക് തന്നെ ഞാൻ പറയുന്നു. നിന്നെ മുമ്പ് നീ ഏതവസ്ഥയിലായിരുന്നോ അതുപോലെ തുടർന്നുമാക്കാൻ നിന്നെ അടിച്ചമർത്തുന്ന ശാസനകൾ ഇന്ന് രാത്രി സ്വർഗം അതിനെ തകർക്കും. കേക്ക്. ഇതൂടെ കേട്ടിട്ട് ആരാധിക്കണം. എങ്ങനെ അത് സംഭവിക്കുന്നെന്ന് നീ ചോദിക്കും അല്ലേ? ഈ ശാസന എങ്ങനെ പൊട്ടുമെന്ന് ചോദിക്കും. അത് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴല്ല 49-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ യേശു നിന്നു. കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമ്മള് പണ്ടത്തെ അമ്മച്ചിമാര് പറയും, ഏതെങ്കിലും വഴിക്ക് യാത്ര പോകുമ്പോൾ കുറുകെ പൂച്ച ചാടിയാൽ ആ യാത്ര നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് നിൽക്കും അല്ലേ? നിന്ന് ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി 2 മിനിറ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് പയ്യെ വണ്ടിയെടുത്ത് അങ്ങനെ നിന്നതാണോ യേശു? വിളിച്ചു പറ, എന്റെ നിലവിളി കേട്ട് നിന്നതാ. എന്റെ നിലവിളി കേട്ട് നിന്നതാ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്നലെ വരെ പറഞ്ഞില്ലേ എന്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല എന്ന്?
ഇന്ന് രാത്രി വിളിച്ചു പറ, എന്റെ നിലവിളി കേട്ടവൻ നിന്നിട്ടുണ്ട്, എന്റെ പ്രാർത്ഥന കേട്ടവൻ നിന്നിട്ടുണ്ട്, എന്റെ പേരുള്ള ശാസനകൾ എനിക്കെതിരെ വരുന്ന ചിലവ് ഇന്ന് രാത്രി അഴിയാൻ സമയമായി. കാരണം യേശു എനിക്ക് വേണ്ടി നിന്നു. ഇന്ന് രാത്രി ആ തലയ്ക്ക് മേളിൽ കരമുയർത്തി ഇന്ന് രാത്രി പറയാൻ പറ്റുമോ, യേശു എനിക്ക് വേണ്ടി നിന്നമ്മ, യേശു എനിക്ക് വേണ്ടി നിന്നമ്മ. ഓ, അടുത്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, യേശു എനിക്ക് വേണ്ടിയാ നിന്നേ, യേശു എനിക്ക് വേണ്ടിയാ നിന്നേ. അതിന്റെ അർത്ഥം എന്തെന്നറിയോ? സമയം മുമ്പിലില്ല, പക്ഷേ അവസാന വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉടനെ ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. എപ്പോഴാ? യേശു നിന്ന ഉടനെ. വിശ്വാസമുണ്ടോ? യേശു നിന്ന ഉടനെ അല്ലേ? ഞാൻ അതിങ്ങനെ പറയാം, യേശു നിന്ന ഉടനെ. ചോദ്യം, ആർക്ക് വേണ്ടിയാ നിന്നേ? ആ പറഞ്ഞേ, എനിക്ക് വേണ്ടി. ഇന്ന് രാത്രി യേശു നിൽക്കുന്നു, യേശു നിന്നു. ആർക്ക്? എനിക്ക് വേണ്ടി. അവൻ നിന്നാൽ ഉടനെ നീ ഇച്ഛിക്കുമത് പ്രാപിക്കും. യേശു നിന്നാൽ നീ ഇച്ഛിക്കുമത് പ്രാപിക്കും, നീ ആഗ്രഹിക്കുമത് പ്രാപിക്കും. എന്റെ ചോദ്യം, നീ മിണ്ടാതിരുന്നാൽ ഇനിയൊരു വരവുണ്ടോ? ഉണ്ടോ ശ്രീധരേ? ഇനിയൊരു വരവ് നിന്റെ ലാസ്റ്റ് ചാൻസാണ്. ഈ ചാൻസിൽ പിടിച്ച് നിർത്തിക്കോണം. അങ്ങനത്തെ വിളിയായിരിക്കണം അല്ലേ സജി ബ്രദറേ? അങ്ങനത്തെ നിലവിളിയായി. ഇത് ലാസ്റ്റ് ചാൻസാ, ഇനിയൊരു ചാൻസ് ഇല്ല. ഇനി ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. സഹോദരൻ പറഞ്ഞല്ല, ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നു, ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച്. എന്താ സംഭവിച്ചേ? അവൻ അല്ലേ, ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ ഇവരുടെ ഇങ്ങനെ അനുഗമിക്കുന്നവരുടെ പേരാ ക്രിസ്ത്യാനി. അവൻ എന്റെ ഉള്ളിലെ ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടായതാ, ഇത്രയും നേരം അനുഗമിച്ചവരാരായിരുന്നു? നമ്മുടെ ഭാഷയെ പറഞ്ഞ ക്രിസ്ത്യാനിയായിരുന്നു. ശരിയല്ലേ? ഉദാഹരണത്തിന് ഒരാള് ദൈവസന്നി വന്നാൽ, ഒരാൾ ദൈവസന്നി വന്നാൽ അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ ആ വിടുതലിനോട് അടുത്ത് അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ തടുക്കുന്നവൻ ക്രിസ്ത്യാനിയാണോ? ആണോ? അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നു, തിമായിയുടെ മകനാകുന്ന ബർത്തിമായെ, നിന്നെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കാൻ ക്രിസ്ത്യാനികളൊക്കെ കള്ളന്മാരാ, ദൈവത്തെ ആരാധിക്കുന്നവരൊക്കെ കള്ളന്മാരാ എന്ന് പറയുന്നവന്റെ മുമ്പിൽ നിന്നെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കാൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാക്കാൻ എന്റെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു.
ഇന്ന് രാത്രി സന്തോഷമുണ്ടോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്കാകണം അല്ലേ? സാധാ ക്രിസ്ത്യാനിയല്ല. പണ്ടാരണ്ട് പറഞ്ഞു സത്യക്രിസ്ത്യാനിയുമല്ല, അത് യഥാർത്ഥ ക്രിസ്ത്യാനി, ഒരു സാക്ഷാൽ ക്രിസ്ത്യാനി. ഞാനിതിനെ വിവരിച്ചു പറയാം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് രാത്രിയില് ഞങ്ങളുടെ മകനിലൂടെ കേട്ട ദൂതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ രാത്രി ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ മുമ്പിൽ വലിയ ടൈമില്ല, പക്ഷെ മൈന്യൂട്ട് ടൈമിനുള്ളിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഈ നാളുകളിൽ ഞങ്ങൾക്ക് കാണണം. വായി തുറന്ന് പ്രാർത്ഥിച്ചേ, ഉടനെ ഞങ്ങൾക്ക് കാണണം. പ്രാർത്ഥിച്ചേ. അടുത്ത വർഷം ആകട്ടെ എന്നല്ല, അടുത്ത ജൂലൈ ആകട്ടെ എന്നല്ല, 2030 ആകട്ടെ എന്നല്ല. പറ, എനിക്ക് ഉടനെ കാണണം. ഒരു ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് ഉടനെ കാണണം. യേശോപ്പച്ച, ഞങ്ങളുടെ മിനിസ്ട്രിയിൽ, ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ തലമുറകളിൽ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ പട്ടണത്തിൽ, ഈ കേരളക്കരയിൽ, ഞങ്ങളുടെ മാമേൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത്, രാജ്യങ്ങളുടെ നടുവിൽ ഉടനെ ഒരു ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് കാണണം. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നിന്നെന്ന്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നിന്നെന്ന്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സംസാരിക്കുന്നെന്ന് ഇന്നു രാത്രി ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ ഇന്നു രാത്രി വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് ഇന്നു രാത്രി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. എല്ലാവരും ധാരാളമായിട്ട് കർത്താവ് ഈ രാത്രി അനുഗ്രഹിച്ചാട്ടെ നാഥ. പ്രത്യേകിച്ച് ശ്രീജിത് ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. കർത്താവേ, 10,000ങ്ങളുടെ മുമ്പിൽ അങ്ങയുടെ വചനത്തെ ഉയർത്താൻ, തീർന്നെന്ന് പറഞ്ഞ സ്ഥാനത്ത്, മിണ്ടാതിരിക്കാൻ പറഞ്ഞ സ്ഥാനത്ത് ദൈവം വീണ്ടും ഉപയോഗിക്കേണ്ടതിന് ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ശിവൻകുട്ടി ആശ്ചര്യ അങ്കിളിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദാസനെയും പ്രാർത്ഥിക്കുന്നു. തന്നെയും ശാസിച്ചമർച്ച ചെയ്യുന്ന, തൻ്റെ വായടപ്പിക്കാൻ, തൻ്റെ കാഴ്ചപ്പാടുകളെ ബന്ധിക്കാൻ, ചില വെളിപ്പാടുകളെ ബന്ധിക്കാൻ, ആമേൻ, തന്നെ നേർക്ക് ശാസിച്ച ചില മാനുഷിക ശാസനകൾ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അത് പൊട്ടി മാറട്ടെ. സജി ബ്രദറിനായി സ്തോത്രം. കർത്താവേ, പ്രിയ സഹോദരിക്കായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. മറ്റാലയത്തിലെ എല്ലാ കടദാസന്മാർക്കായി, എല്ലാ വിശ്വാസികൾക്കായി, എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചകൾ ദൈവം പുതിയ കുടുംബങ്ങളെ കർത്താവ് ഞങ്ങളുടെ നടുവിൽ കൊണ്ടുവരണം. വരുന്ന ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ സഹായിക്കണം. പ്രകൃതിയെ അനുകൂലമാക്കണം. ഒരു അപകടങ്ങളും അനർത്ഥങ്ങളും ആരിലും വരരുത്. ഒരു മടിയും ആരിൽ വരരുത്. എല്ലാവരും കടന്നു വരണം. പുതിയ കുടുംബങ്ങളെ കൊണ്ടുവരണം. ജനത്തെ ഇനി ഒരു അന്ധകാര മണ്ഡലവും തടയാൻ പാടില്ല. യേശുവിൻ്റെ നാമത്തിൽ വഴികൾ ക്ലീനാകട്ടെ. വഴികൾ ക്ലീനാകട്ടെ. വഴികൾ ക്ലീനാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനം വരേണ്ട വഴി ക്ലീനാകട്ടെ. ജനം വരേണ്ട വഴി ക്ലീനാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യെസ്, യെസ്. കർത്താവേ,
വലിയ ഉണർവ്, വലിയ ഉണർവ് ദൈവം അയക്കണം. വലിയ ഉണർവ് ദൈവം അയക്കണം. യേശുവിൻ്റെ നാമത്തിൽ ദേശങ്ങളെ തൊടുന്ന, പട്ടണങ്ങളെ ഇളകുന്ന, രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ഉണർവ് ഇതിനകത്തു നിന്ന്, ഞങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടാൻ ഇതിന് മുന്നിൽ നിൽക്കുന്ന എല്ലാവരും ദൈവം ഉപയോഗിച്ചാട്ടെ. കർത്താവേ, അങ്ങ് ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവനും അങ്ങെടുക്കണം ദൈവം. ഈ ദിവസങ്ങളിൽ ഉടനെയുള്ള ചില വിടുതലുകൾ, ഉടനെയുള്ള ചില ദൈവപ്രവർത്തികൾ, ഉടനെയുള്ള ചില അത്ഭുതങ്ങൾ ഇതിനകത്ത് നടക്കാൻ ദൈവം സഹായിക്കണം. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.